إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ യഥാർത്ഥ വിശ്വാസിയായി മരണപ്പെട്ടു പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിലേക്ക് ആത്മീയപരമായി നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി കടന്നു വന്ന പരിശുദ്ധ റമളാൻ അതിവേഗതയിൽ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയത് ഓർമ്മയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് വിശുദ്ധ റമളാനിൻ്റെ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളിപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു നമ്മൾ അനുഷ്ഠിച്ച ഈ വിശുദ്ധ റമളാനിലെ ചെറുതും വലുതുമായ എല്ലാ അമലുകളും വല്ല ഇഖ്ലാസിൻ്റെ കുറവോ റിയാഇൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിച്ച് നമ്മുടെ നന്മകളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത് റമളാനിൻ്റെ അവസാനത്തെ പത്താണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്.
ഇന്നത്തെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ റമളാനിലെ പിന്നിട്ട ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ ധന്യമാക്കുവാനും വിശ്വാസികൾ എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. എൻ്റെ 3 വെള്ളിയാഴ്ചകളിലും കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലും ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ റമളാൻ, ആ റമളാനിൽ ഖുർആനിൻ്റെ പഠനത്തിനും പാരായണത്തിനും വേണ്ടി എത്ര സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. ഇപ്പോഴും വിശുദ്ധ ഖുർആൻ ഓതാത്ത ആളുകളുണ്ട് എങ്കിൽ, ഒരു തെർത്തീബില്ലാതെ തോന്നുന്ന ഭാഗത്ത് നിന്ന് ഇഷ്ടാനുസരണം ഓതുന്ന ആളുകളാണ് എങ്കിൽ, സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇറങ്ങിയ മാസത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്ന് പറയാൻ പറ്റുക? ഇപ്പോഴും പല ആളുകൾ ഖുർആനിൻ്റെ ഓത്ത് എവിടെ എത്തിയിട്ടില്ല. റമളാൻ ഇതവിടെ തീരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ചില ആളുകളൊക്കെ 2ാമത്തെ റൗണ്ടിലും 3ാമത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ കാണുമ്പോൾ അസൂയാണ്, ഒരു ഹലാലായ അസൂയാണ്. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും വിശുദ്ധ ഖുർആൻ്റെ പാരായണം അതിശക്തമായി കൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തേണ്ടതുണ്ട്. വിശുദ്ധ റമളാൻ പാപമോചനത്തിൻ്റെ മാസമാണ്. ഹബീബായ റസൂലുള്ള അവിടുത്തെ മിമ്പറിൽ ഇങ്ങനെ കയറുമ്പോൾ ജിബ്രീൽ പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നെന്താണ്? വിഷുവുമായി ബന്ധപ്പെട്ടത് പറയാം. വിശുദ്ധ റമളാൻ ഒരാളിലേക്ക് എത്തിപ്പെട്ടിട്ട് അതിലൂടെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവന് മോചിതനാകാൻ സാധ്യമായില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞത് ചില്ലറക്കാരനല്ല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ നമ്മൾ പെടാൻ പാടില്ല. ഞാൻ എന്നോടെന്ന പോലെ ചോദിക്കട്ടെ, ഈ റമളാനിൻ്റെ ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞു പോയിട്ട് ഏതെങ്കിലും സമയം ഒന്ന് കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടി ആത്മാർത്ഥമായി പാപമോചനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മനസ്സിനോട് ചോദിക്കും. വിശുദ്ധ റമളാനിൽ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇല്ല എങ്കിൽ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾ നമുക്ക് ധന്യമാക്കാൻ സാധിക്കണം. അവസാനത്തെ 10-ൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാതൃകയായ നമ്മുടെ പ്രവാചകൻ എങ്ങനെയായിരുന്നു? ഹദീസിൽ നമുക്ക് കാണാം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10ലേക്ക് നമ്മുടെ ഹബീബ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹിയൽ ലൈൽ, അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു എന്നാണ്. രാത്രിയെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? രാത്രിയെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലൂടെ, ഇഅ്തികാഫിലൂടെ, ഖുർആനിൻ്റെ പാരായണത്തിലൂടെ, അദ്കാറുകളിലൂടെ രാത്രി മുഴുവൻ അവസാനത്തെ 10ൽ ഇങ്ങനെ ഉണർന്നിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ ഉണരാത്ത ആളുകളെ ഉണർത്തിയിരുന്നു എന്ന്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയാണ്, നമ്മുടെ മനസ്സിൽ തീരുമാനം ഉണ്ടാവും ഏത് പള്ളിയിലാണ് നമ്മളെ ഇഅ്തികാഫിരിക്കുന്നത് എന്ന്. ഇപ്പോഴും തീരുമാനിക്കാത്തവരുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ട് പോയാൽ മതി. എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ പറയാം അതൊരു സുന്നത്തല്ലേ, അത് വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്ന് ലാഘവ ബുദ്ധിയോടെ കാണുന്ന ആളുകളോട് ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞാൽ ഓല തീരുമാനം എടുത്തിട്ടില്ലെങ്കിലേ ഓല മനസ്സിലെ വിശ്വാസം നല്ലോണം ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ പറയണം, വശദ്ദ മിഇ്സർ, വശദ്ദ മിഇ്സർ, വശദ്ദൽ മിഇ്സർ, അവിടുത്തെ കോന്തല അരക്ക് കെട്ടി മുറുക്കിയെടുത്തിരുന്നു എന്നാണ്. തുണി ഇങ്ങനെ മുറുക്കിയെടുത്തിറങ്ങും. ഒരുക്കാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വഅയ്ഖള അഹ്ലഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടുത്തെ കുടുംബത്തെ ഉണർത്തുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ. ഒന്ന്, രാത്രിയെ ജീവിപ്പിക്കുക. രണ്ടാമത്തത് മുണ്ട് മുറുക്കി ഇറങ്ങുക. മൂന്നാമത്തത് കുടുംബത്തെ വിളിച്ചുണർത്തുക. നമ്മളെ കുടുംബവും ഈ നന്മയിൽ ഭാഗവാക്കാകണം. കാരണം
കുടുംബത്തെ പറ്റി നമ്മളോട് ചോദിക്കും. നമുക്കൊക്കെ അറിയുന്ന ഖുർആന്റെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. കാരണം അതിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരെയുമാണ്. മേൽനോട്ടത്തിനായി കഠിനഹൃദയന്മാരായ മലക്കുകളാണ്. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുന്ന മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ളത്. സ്വതക്കയുടെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വലിയ വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സക്കാത്തല്ല, അത് വേറെ വിഷയം, സ്വതക്കയായിട്ട് തന്നെ പോകണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിലേക്ക് ദിനേനയൊന്നോളം കളക്ഷന് വേണ്ടി ആളുകൾ വരാറുണ്ട്. കൊടുക്കുന്ന പണത്തിൻ്റെ വലിപ്പമല്ല, നമ്മൾ കൊടുക്കുന്ന മനസ്സിൻ്റെ ആ ഒരു തഖ്വയും ഇഖ്ലാസുമാണ് അല്ലാഹ് നോക്കുക. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, ആത്മാർത്ഥമായി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഹബീബുന റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? സദക്ക കൊടുക്കാൻ ശൈത്താൻ സമ്മതിക്കൂലെന്നാ. അവന് എന്താ നമ്മളെ മനസ്സിലിട്ടേരെന്നറിയോ? ബേജാറ്, ദാരിദ്ര്യം. മോളെ കെട്ടിക്കുള്ളതാണ്, മോൻ്റെ ഒരു എക്സാം വരാണ്ട്, അല്ലെങ്കിൽ ഇന്ന വാടക കൊടുക്കാനുള്ളതാ, ഇന്ന സ്ഥലത്ത് കൊടുക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ലിസ്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിവർത്തി തരും ശൈത്താൻ. പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്താ? ഞാൻ തന്ന സമ്പത്തുനിന്ന് കൊടുത്തോ, അതൊരിക്കലും കുറയില്ല. നല്ലൊരു നിക്ഷേപമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ നമ്മളെ മനസ്സിന് അങ്ങനത്തെ ഒരു ചിന്ത വരണം. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയില്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊടുക്കുക, അതുവരെ നിങ്ങൾ നന്മയിലാകൂല എന്നാ. ലൻ തനാലുൽ ബിർ എന്ന് പറഞ്ഞ അങ്ങനെയാ. അതിന് തഫ്സീർ കൊടുത്ത മുഫസ്സിറുകൾ പറഞ്ഞത്, ലൻ തനാലുൽ ബിർ എന്ന് പറഞ്ഞാൽ ലൻ തദ്ഖുലൽ ജന്ന എന്നാണ്, സ്വർഗത്തിലേക്ക് കടക്കൂല. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹ് തന്ന അനുഗ്രഹം, അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹ് നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹ് അത് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതീക്ഷ വേണം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, മാ നഖസത സ്വദഖത്തും മിൻ മാലിൻ. ഒരിക്കലും നിങ്ങളെ സമ്പത്തിൽ നിന്ന് സ്വതക്ക ഒട്ടും കുറയ്ക്കില്ല. ആവശ്യക്കാരെമ്പാടുമുണ്ട്, ദീനി സ്ഥാപനങ്ങളുണ്ട്, യതീം ഖാനകളുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, രോഗികളുണ്ട്, ആതുര ശുശ്രൂഷ അത് നടത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മൾ കൊടുക്കുക, ജ്ഞാനങ്ങളൊക്കെ ചെയ്യാം. കാരണം എന്താ? അത് വലിയൊരു നീക്കിയിരിപ്പാണ്. മാത്രമല്ല, നാളെ അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും പരലോകത്ത് ഉണ്ടാവുക എന്നാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ മനസ്സിൽ കൊത്തിവെച്ചാലേ നല്ല ഒരു എമൗണ്ട് അള്ളാൻ്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കുന്നു. വാഹനത്തിൽ എണ്ണയടിക്കാൻ, അല്ലേ? വാഹനത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ, വീടിൻ്റെ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പലതരങ്ങളിലുള്ളത് വാങ്ങാൻ. വേണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല, ഇതൊക്കെ അത്യാവശ്യങ്ങളാണ്, അല്ലേ? ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമാണ്. പക്ഷെ എന്തു കൊടുത്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ? അത് ഈ അവസാനത്തെ 10 ശക്തമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മളൊക്കെ ഇവിടെ സംസാരിക്കുന്ന പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ എത്തിയാൽ സദക്കയുടെ വിഷയത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു എന്നാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലെ 3 മാസങ്ങളോളം ഭക്ഷണം പാകം ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്കുണ്ടോ? ഓരോ 3 നേരവും സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിക്കാൻ കിട്ടുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അങ്ങനെയൊക്കെ സാമ്പത്തികപരമായി നമ്മളെക്കാൾ ഒരുപാട് താഴെയായിട്ട് പോലും ഹബീബായ റസൂലുള്ളാഹി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, എവിടെയാ പിന്നെ റസൂലുള്ളാഹിൽ നമുക്ക് മാതൃക? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നിടത്തും, അതുപോലെ തന്നെ നിസ്കരിക്കുന്നിടത്തും, അതുപോലെ മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നിടത്തും മാത്രമല്ല, എല്ലാ രംഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അർഹരായ ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ എത്തിച്ചു. നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടോ? ആദ്യം ഓലെ പരിഗണിക്കുക. നമ്മളെ അയൽവാസികളിലുണ്ടോ? അവരെ പരിഗണിക്കുക. മക്കൾക്കൊക്കെ പെരുന്നാൾ വസ്ത്രം വാങ്ങിയിട്ടുണ്ടാവൂലേ? ഇന്നലെ എൻ്റെ ഫോണിലേക്ക് 1-2 കോളുകൾ വന്നിട്ടുണ്ട്. ഉസ്താദേ, നിങ്ങളെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ആ എന്താ പറയുക വസ്ത്രത്തിൻ്റെ വിഷയമുണ്ടല്ലോ, അത് ഇപ്രാവശ്യം കിട്ടുമെന്നോ ചോദിക്കരുത്. എൻ്റെ നമ്പർ എവിടെ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് കിട്ടിയെന്ന് കറിഞ്ഞൂടെ? അള്ളാഹു അലം. സത്യം പറയണേ, ഞാൻ ഈ നാട്ടുകാരനല്ല. എന്നിട്ടും അയാൾ എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ നമ്പർ എവിടെയും കൊടുത്തിട്ടുമില്ല. പക്ഷെ ആവശ്യക്കാരുണ്ട് കൂട്ടരെ. നമ്മളെ പാവപ്പെട്ട നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്ന് പരിഗണിക്കുക.
അവരെ മുഖത്ത് കാണുന്നൊരു പുഞ്ചിരി പോരെ നമ്മുടെ ജീവിതം ധന്യമാകാൻ? സഹോദരങ്ങളെ, അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ പറയാത്ത ആളുകളുണ്ടാവും, ഒരുപാട് കഷ്ടം. കാരണം ഓല എന്താ പറയുക, അഭിമാനം കൊണ്ട് പുറത്ത് പറയാത്ത ആൾക്കാരുണ്ട്. ഓലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ നമ്മൾ അറിയണം. മാത്രമല്ല, നന്മയുടെ പ്രകാശങ്ങൾ പരത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഈ റമദാനിൽ നമ്മൾ ആവർത്തിച്ച് കേട്ട 2 സംരംഭങ്ങളാണ്. 10,000ങ്ങൾക്ക് ദീന് പകർന്നു കൊടുക്കുന്ന 24 മണിക്കൂറും, ചിലപ്പോൾ നിങ്ങൾ ഇപ്പം തുറന്നാലടക്കം ദീനിൻ്റെ ദാവത്തിൻ്റെ സംസാരങ്ങൾ ഇങ്ങനെ മൻഹജു സലഫ് അനുസരിച്ച് കൃത്യമായി പറയുന്ന പീസ് റേഡിയോ. ആവശ്യമുണ്ട് നിങ്ങളെ സമ്പത്ത് അതിലേക്ക്. നിങ്ങളതിലേക്ക് കയറിയാൽ നിങ്ങൾ എത്രയാണ് അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് നിങ്ങൾക്ക് സമ്പത്ത് കൊടുക്കാൻ പറ്റും. ഒരു 100 റുപ്യാണോ നമ്മളതിൽ ഭാഗവാക്കായി. എത്ര ആളുകൾ ആ ദീന് കേൾക്കണം, അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടുകയാണ്. അതാണ് സദഖത്തുൻ ജാരിയ. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് റമളാനിലൊന്ന് വിശാലമായി ചിന്തിക്കാൻ പറ്റണം. എൻ്റെ നാട്ടിലാണ് അതിൻ്റെ സംവിധാനം ഉള്ളത്. സഹോദരങ്ങൾ, എത്രയോ പാവപ്പെട്ട പ്രവർത്തകർ അതിൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് അതിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അതൊക്കെ എന്തിനാ? ഇസ്ലാമിൻ്റെ ഈ പ്രകാശം ലോകത്തെത്താൻ വേണ്ടി. എത്രയോ ആളുകൾ പറയാറില്ലേ, ഞാൻ വിദൂരമായ ലോറിയിലെ യാത്ര ചെയ്ത് മഈശത്ത് നടത്തുന്ന ഒരാളാണ്. എനിക്കൊരു ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ഒരു നന്മയിലും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത്തരം സംവിധാനങ്ങളൊക്കെ, ഈ പീസ് റേഡിയോ ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലിരുന്ന് ഖുർആൻ ക്ലാസ് 4-5 ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പാവങ്ങൾ ഒരുപാട് നമ്മൾ അറിയാത്ത ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു എമൗണ്ട് ആ രൂപത്തിലേക്ക് പോകണം. അതുപോലെ ജാമിഅ അൽ ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മളെ സമ്പത്ത് ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ്. കോടിക്കണക്കിന് രൂപയാണ്. നമ്മളൊക്കെ പോലത്തെ ആളുകളുടെ റമളാനിലെ കളക്ഷൻ നടത്തിയിട്ട് തന്നെയാണ് സഹോദരങ്ങളെ ആ സ്ഥാപനങ്ങളൊക്കെ നിലനിന്നു. നമ്മുടെ സമൂഹത്തിന് പണ്ഡിതന്മാർ ആവശ്യമുണ്ട്. ഇസ്ലാമിനെ എല്ലാ നിലക്കും കരിവാരിച്ചേക്കാനും പരിഹസിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശത്രുക്കൾ എല്ലാ ദ്രംഷ്ടകളും നീട്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കിതാബ് വായിക്കാൻ അറിയുന്ന, അറബി അറിയുന്ന, ആഴത്തിൽ മൻഹജ് അറിയുന്ന പണ്ഡിതന്മാർ വളർന്നു വരണം. അതിൻ്റെ പണിയാണ് കേരളത്തിൽ നമ്മളെപ്പോലെ കുടുംബം പരിവട്ടക്കുള്ള ആൾക്കാരെ അതിൻ്റെ പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിനൊന്നും നമ്മളെ മക്കളെ പണ്ഡിതന്മാരാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ വലിയൊരു പണ്ഡിതനാകാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിലേക്ക് നമ്മളെ സമ്പത്ത് പോയിക്കൂടെ? കാരണം ഖുർആൻ പറഞ്ഞെന്താ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കച്ചവടം ചെയ്യുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുക. റെഡിയാണോ? ആ കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ? തുൻജീകും മിൻ അദാബിൻ അലീം. ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ്. എങ്ങനെയുള്ള നരകമാണത്? ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമാ. അതേ, മോശമായ സങ്കേതമാണ് ആ നരകം. ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത അഗ്നിജ്വാലകളാണ് അതിലുള്ളത്. ആ നരകത്തിൽ നിങ്ങൾക്ക് രക്ഷ നൽകും അല്ലാഹുവിന്റെ മാർഗത്തിൽ ശാരീരികമായും സാമ്പത്തികമായും നിങ്ങൾ സഹായിച്ചാൽ. തുഅ്മിനൂന ബില്ലാഹി വറസൂലി. ക്വാളിറ്റി പറഞ്ഞ എന്താണ്? അല്ലാഹുവിൽ വിശ്വാസമാണ്, റസൂലിനെ പിൻപറ്റണം, അവരെ നന്മയെല്ലാം സ്വീകരിക്കുള്ളൂ. അവരെന്ത് ചെയ്യുക? അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. പിന്നെ ഇഅ്തികാഫാണ്. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഅ്തികാഫ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ വിചാരിച്ചത് തലക്കടിയും പുതപ്പോട്ടും പള്ളി പോരാന്നാണ്, ഉറക്കം അങ്ങോട്ടാക്കുക. അല്ല, അത് ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനസ്സിനെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ച് ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുക പള്ളിയിൽ. മനസ്സിലായോ? ആ ഇഅ്തികാഫിന് നമ്മളൊക്കെ ഒരുങ്ങുക. ഇതാ ഈ കാണുന്ന മുഖങ്ങളൊക്കെ എല്ലാ ദിവസവും കാണുന്ന മുഖങ്ങളാണ്. ആരും മുങ്ങരുത്. സ്നേഹത്തോടെ റമളാൻ കഴിഞ്ഞാലും കാണുള്ളതാണ്. ആരെന്ത് ചെയ്യരുത്? നൈസായിട്ട് മുങ്ങരുത്. എനിക്കൊന്നും അതിന് കഴിയില്ല, ജോലി ഭാരം, ഈ ജോലിയൊന്നും ഉണ്ടല്ലോ, എന്നപ്പോൾ അതൊന്നും മാറ്റം ഉണ്ടാവല്. കഴിഞ്ഞ കൊല്ലം ജോലിയാണ്, അതിൻ്റെ അപ്പുറത്തെ കൊല്ലം ജോലിയാണ്. കൊല്ലങ്ങളായിട്ട് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാത്തവരുണ്ടാവും. ഓല് ഈ കൊല്ലം മാറി ചിന്തിച്ചിരിക്കണം.
കാരണം 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളും മുടക്കി AC പള്ളികളൊക്കെ നാട്ടിലുണ്ടായിട്ട്, ഞാൻ AC പള്ളിയിൽ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞൊന്നല്ല, എല്ലാ പള്ളിയിലും ഉണ്ട്. അതെന്തിനാ പറഞ്ഞ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് മനസ്സൊരുങ്ങണില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സിറാത്ത് കടന്ന് സ്വർഗത്തേക്ക് പോവോ? ആലോചിച്ച് നിങ്ങൾ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലുമൊക്കെ സുന്നത്തുകളൊക്കെ പഠിപ്പിച്ചപ്പോൾ പിന്നെ ചിലത് റസൂല് ചെയ്യും, ചില സമയത്ത് ഒഴിവാക്കും, അങ്ങനത്തെ സുന്നത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ള മരിക്കോളം ഒഴിവാക്കാത്തൊരു ശക്തമായ സുന്നത്തായിരുന്നു ഇഅ്തികാഫ്. അവസാനത്തെ 10 ദിവസം പള്ളിയിലിരിക്കുക. മരിക്കുന്ന ആ വർഷം റസൂലുള്ള പള്ളിയിലിരുന്ന് 20 ദിവസമാണ്. നമ്മൾ 20 ദിവസമൊന്നും വേണ്ട, അവസാനത്തെ 10 ദിവസമെങ്കിലും ഒരു പള്ളിയിലിരുന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു സുന്ദരമായ പ്രതീക്ഷയിലേക്ക് കണ്ണു നട്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അവിടെയാ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇബാദത്തിന് സമയം കണ്ടെത്തൂ, എങ്കിൽ നിങ്ങളെ ഫഖറിനുള്ള നീക്കിത്തരും. വഅസുദ്ദു ഫഖറക്, ദാരിദ്ര്യത്തെ നീക്കിത്തരും. ദാരിദ്ര്യത്തിൽ നമ്മൾ പേടിക്കണേ, പ്രതീക്ഷ വെച്ചോ. റസൂലുള്ളാഹി പറഞ്ഞു, ദാരിദ്ര്യം നീക്കും നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാറിയിരുന്നാൽ. ഒന്നും വരാൻ പോണില്ല. നമ്മൾ തോന്നണേ ഞാൻ എൻ്റെ കടയിൽ നിന്നാണ് മാറിയിരുന്ന പിന്നെ അവിടെ ആരാ ഉണ്ടാകാൻ? സഹോദരങ്ങളെ, നമ്മളെക്കാളും വലിയ കൊലകൊമ്പന്മാർ, നമ്മളെക്കാളും ബിസിനസ് നടത്തുന്ന ആൾക്കാർ മരിച്ചു പോയിട്ട് ആ ചെയർക്ക് വേറെ ആൾക്കാർ വന്നിട്ട് കൂട്ടരെ. അപ്പം അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ പറഞ്ഞിട്ട് വലിയ വർത്താനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അതിന് സമയം കണ്ടെത്തേണ്ട വേണം. മാത്രമല്ല, നിന്റെ മനസ്സ് അല്ലാഹു ധന്യത കൊണ്ട് നിറക്കും. എന്താ വേണ്ടത്? ജീവിതത്തിൽ സമാധാനം, ദാരിദ്ര്യമില്ലായ്മല്ലേ, അത് രണ്ടും കിട്ടും. എന്ത് ചെയ്താലേ? അള്ളാഹിൻ്റെ പള്ളിയിൽ മാറിയിരുന്നാൽ. ചില ആളുകൾക്ക് ചില ഫുൾ ടൈം ഇരിക്കാൻ കഴിയില്ല. ഓലെന്ത് ചെയ്യുക, പറ്റാവുന്ന സമയം നീയത്താക്കി അവസാനത്തെ 10 വന്നിരിക്കുക. ഒന്നും ഇതിനോട് സഹകരിക്കാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത്. പിന്നെ എങ്ങനെ നമ്മൾ റമളാനിനെ ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുക? സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹ് കൽപ്പിച്ചൊരു ഇബാദത്തായിരുന്നു അത്. ഞാൻ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഓതിയത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. മസ്ജിദുൽ ഹറാം ഉണ്ടല്ലോ, സുജൂദ് ചെയ്യുന്ന ഇഅ്തികാഫിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ റെഡിയാക്കി വെക്കണം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പള്ളികളെല്ലാം അതിന് തയ്യാറാണ്. നമ്മൾ തയ്യാറാണോ? ആ ചെറിയ ചോദ്യം വലിയ ചിന്തകൾക്ക് വകവെക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ റസൂലുള്ളാഹിന്റെ ഇഅ്തികാഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം? കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നാണ്. ഏതുവരെ? അവിടുന്ന് മരിക്കുന്നത് വരെ. മാത്രമല്ല, അവിടുത്തെ കാലശേഷം സുമ്മ അഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദി, അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. എവിടെ? മസ്ജിദുൻ നബവിയിൽ അല്ലേ? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയണവർക്ക് ആ വാദത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നൊരു ഹദീസ് കൂടിയാണിത് കേട്ടോ. പെണ്ണിന് വീട് തന്നെയാണ് ഖൈറ്, ലാ ശക്ക ഫീ. പക്ഷെ ഒരു പെണ്ണ് പള്ളിയിൽ വരാൻ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്ത്? ഹറമിലെ ഇമാം പറഞ്ഞിരിക്കുന്നു പെണ്ണിന് പള്ളി പാടില്ല. അതിൻ്റെ ബാക്കി അപ്പുറത്തിട്ട എട്ടോൻ്റെ ആപ്പീസ് കൂട്ടും. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? പള്ളിയിലേക്ക് ചില പെണ്ണുങ്ങൾ വരുന്ന മോഡേൺ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആണുങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനെ കൂടിക്കിടന്ന് നിൽക്കണ കണ്ടപ്പോൾ, അങ്ങനെ ഫിത്നകൾക്ക് സാധ്യത കണ്ടപ്പോൾ വരണ്ടെന്ന് തന്നെ പറഞ്ഞു അല്ലേ? എന്നാൽ അതേ പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കണില്ല 10,000. അവിടെ എന്തേ പറഞ്ഞുള്ളൂ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെയുള്ള മര്യാദകൾ അനുസരിച്ച് പള്ളിയിൽ വരിക. അല്ലാതെ ആരും അതിനെ എതിർത്തിട്ടില്ല. 120-ലധികം ഹദീസുകളാണ് ഒരു പെണ്ണിന് പള്ളിയിൽ പോകാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ ഒരു ഹിജാബിൻ്റെ ആയത്തിറങ്ങണതിന് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ തള്ളാൻ പറ്റൊക്കെ വെറുതെ പറയാം. എന്താണ് ഹിജാബിൻ്റെ ആയത്തെന്ന് ആ പറയണോലോ അറിയണോ ചോദിക്കുന്നവൻ അറിഞ്ഞൂടാ. അതുമായി ഒരു ബന്ധമല്ല, സാന്ദർഭികമായി ഞാൻ ഉണർത്തിയതാണ്. അതുകൊണ്ട് ഈ ഇഅ്തികാഫ്, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ, പള്ളിയിൽ വന്നിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇമാം സുഹരി റഹിമഹുള്ള പറയുന്നതായി കാണാം, ജനങ്ങളുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അതിൽ നമ്മളൊക്കെ പെട്ടു. ജനങ്ങളുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. കാരണം അവരെങ്ങനെയാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം മഹാനായ ഒരു സലഫാണ്. അദ്ദേഹം ചോദിക്കണം, എങ്ങനെയാണ് ജനങ്ങൾ ഇഅ്തികാഫ് ഉപേക്ഷിക്കുക? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സുന്നത്തായ പ്രവർത്തികളും ചിലപ്പോൾ ചെയ്യുകയും ചിലപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഉപേക്ഷിക്കാത്ത സുന്നത്താണ്. നേരത്തെ പറഞ്ഞില്ലേ ഇഅ്തികാഫ് എന്ന്. ഉംദത്തുൽ ഖാരി എന്ന് പറയുന്ന അറിയപ്പെട്ട ലോകപ്രസിദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മഹത്തായ അവസരം സഹോദരിമാർക്കും പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പള്ളിയിൽ വന്നിരിക്കുക, അള്ളാഹുവിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക. സഹോദരങ്ങളെ, ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വർഗ സ്ത്രീകളെ നേതാവായി പഠിപ്പിച്ചൊരു സ്ത്രീയാണ് മറിയം ബീവി. മറിയം ബീവി പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ ആ നാട്ടിലുണ്ടായിരുന്ന പള്ളിയിൽ അവർ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, ഈ ഉമ്മത്തിലെ ഉമ്മമാർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്തിനാ നമ്മൾ ഇഅ്തികാഫിരിക്കുന്നത്? അവസാനത്തെ 10 നമ്മളോട് പ്രതീക്ഷിക്കാൻ പറഞ്ഞൊരു സമയമുണ്ട്, ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10. എന്താ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ഖുർആൻ 2 സ്ഥലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു. അല്ലാഹ് ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത ദിവസമാണത്. ലോകത്തെ ജനങ്ങൾക്ക് സന്മാർഗമായി അവതരിച്ച ഹുദല്ലിന്നാസ്, അതെ, ജനങ്ങൾക്ക് സന്മാർഗ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറക്കാൻ അല്ലാഹ് തെരഞ്ഞെടുത്ത ദിവസമാണ്, രാത്രിയാണ് ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ദുഖാനിന്റെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ പരിശുദ്ധമാക്കപ്പെട്ട ആ രാവിലാണ് ഞാൻ ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി നമുക്കൊക്കെ അറിയുന്ന ഒരായത്തിൽ അല്ലാഹ് പറഞ്ഞ എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിലാണ് ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താ? അത് പണ്ടേ അതിന് പ്രത്യേകത ഉണ്ട്, ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് പ്രത്യേകത ആയതല്ല, അങ്ങനെ വിചാരിക്കേണ്ട. ലൈലത്തുൽ ഖദറിന് പണ്ടേ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുള്ള രാവിൽ അല്ലാഹ് ഖുർആനെ ഇറക്കി. ഖുർആൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഖുർആൻ ആദ്യം ലൗഹുൽ മഹ്ഫൂദിലായിരുന്നു. അവിടുന്ന് 1-ാം ആകാശത്തേക്ക് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹ് ഇറക്കി. ആ ഇറക്കത്തെ കുറിച്ച് കൊണ്ടാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞത്, ഭൂമിക്ക് ഇറങ്ങിയതിനെ കുറിച്ചല്ല. ആ ലൈലത്തുൽ ഖദർ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചാണ്. ഭൂമിയിലെ 1-ാമത്തെ ആകാശത്തുള്ള കഅബയാണത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, 1-ാമത്തെ ആകാശത്ത് കഅബയുണ്ട്, 2-ാമത്തെ ആകാശത്തിലുണ്ട്, 7-ാമത്തെ ആകാശത്തിൽ ബൈത്തുൽ മഅമൂറുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 1-ാം ആകാശത്ത് നിന്ന് 23 കൊല്ലത്തിലെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഖുർആൻ അവതരിച്ചു തന്നു. അതാണ് 3-ാമത്തെ ഘട്ടം. ജിബ്രീൽ മുഖേന എത്തിച്ചു കൊടുത്തു. ആ ലൈലത്തുൽ ഖദറിൽ ആർക്കെങ്കിലും സാക്ഷിയാകാൻ പറ്റിയാൽ, ഈ സൂറത്തിൽ എന്താ അല്ലാഹ് പറഞ്ഞത്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ ദിവസം, ആ രാത്രി. എന്തിനാണ് ഈ 1000 മാസത്തെ ഈ ഓഫർ അല്ലാഹ് നമുക്ക് തന്നത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. മുൻകാല സമുദായങ്ങൾക്ക് അല്ലാഹു ഒരുപാട് ആയുസ് കൊടുത്തിരുന്നു. 1000 കൊല്ലം, 500 വയസ്സ്, അല്ലേ? ഇപ്പം നൂഹ് നബിൻ്റെ ഒക്കെ കാലത്ത് 1500 വയസ്സ്, 1000 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത്ര ഇബാദത്ത് ചെയ്യാനുള്ള സമയം ആയുസ് അമ്മക്കില്ല, ഈ ഉമ്മത്തിനില്ല. 60 70 എന്ന റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലേ? അതുകൊണ്ട് ചെറിയ സമയം കൊണ്ട് വലിയ ആയുസ്സിൽ ചെയ്ത പുണ്യങ്ങൾ നേടാനാണ് അത്രേ ഈ ലൈലത്തുൽ ഖദറിനെ സന്നിവേശിപ്പിച്ചത് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഈ 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1000 മാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 80 ചില്ലാനം കൊല്ലുണ്ട്. നിങ്ങൾ കൂട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അങ്ങോട്ടൊക്കെ ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടാവും. ആ 80 ചില്ലാനം കൊല്ലം, അല്ലെങ്കിൽ 83 കൊല്ലമോ അല്ലെങ്കിൽ ചില്ലറ ദിവസമോ ഒക്കെ നന്മ ചെയ്ത പ്രതിഫലം കിട്ടുന്ന രാത്രിയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ നിങ്ങളെ, ലോകത്ത് എത്ര മണൽത്തരികളുണ്ടോ ആ മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ അധികം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് എന്നാണ്. എന്താണ് ആ പ്രയോഗം? നിങ്ങൾ നോക്കേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയിലും മണൽത്തരിയുടെ എണ്ണത്തേക്കാൾ അധികം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ്. അതേതാ നമുക്ക് അറിഞ്ഞൂടാ. ചില പണ്ഡിതന്മാർ 27-ാം രാവിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്വഹീഹായ റിവായത്തുകളായിട്ട് വന്നതല്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറയും 27 രാവിലെ വന്നിരുന്നാൽ പോലെ ആരും ആ നീയത്താക്കിയിട്ട് വരും വേണ്ട, ഒരു പള്ളിക്കും പോകാനും നോക്കണ്ട, കാരണം അത് സഹിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രാത്രിയിൽ അവസാനത്തെ 10 ദിവസം അതിലേതിലും വരാം. പിന്നെ ചില പണ്ഡിതന്മാർ ഒറ്റയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഒന്നുകൂടി കടന്നു പറഞ്ഞത് ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂൽ അവസാനത്തെ 10-ൽ ഇരുന്നത് എന്തിനാ? ഇതിലെവിടെയും അത് പ്രതീക്ഷിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ആ 10 ദിവസത്തെ നമ്മൾ ആ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നൽ മലായികത തിൽക്കൽ ലൈലത അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസ്വാ. മണൽത്തരിയേക്കാൾ എണ്ണം മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്നാന്ന് പറഞ്ഞു തരാതിരുന്നത്? അത് റസൂലുള്ളാഹി തന്നെ പറയുന്നുണ്ട്, എനിക്ക് അള്ളാഹു ലൈലത്തുൽ ഖദർ എന്നാന്ന് പറഞ്ഞു തന്നു. ഞാനതെൻ്റെ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന വഴിക്ക് 2 പേർ ശണ്ട കൂടുന്നത് കണ്ടു. ആ ശണ്ട കൂടുന്ന ആളുകളെ ഞാൻ വേർപിരിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും യാത്ര തുടർന്നപ്പോൾ അള്ളാഹു എന്നിൽ ആ ദിവസം മറപ്പിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയണത്. എന്നാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാത്തതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഉണ്ടാകാം. അപ്പം നമ്മൾ അതിൽ സമാധാനിക്കുക. അപ്പം എല്ലാ ദിവസവും അതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അവസാനത്തെ 10 ഉപയോഗിക്കാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ, ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ അത്താഴത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതല്ല നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇനി അത്താഴഞ്ഞ് വീട്ടിൽ പോയിട്ട് കഴിക്കുകയാണോ, അങ്ങനെയും ചെയ്യാം, കൊണ്ടുവരികയാണ് അങ്ങനെയും ചെയ്യാം. സഹോദരങ്ങളെ, ആ രൂപത്തിൽ നമ്മുടെ പള്ളിയിൽ ആ രൂപത്തിൽ ഇരിക്കാൻ എല്ലാവരും ഇങ്ങനെ മതവിജ്ഞാന സദസ്സുകളിലും ഖുർആൻ്റെ പാരായണങ്ങളിലും ദിക്റുകളിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പരിശുദ്ധി കൈവരിക്കണം, കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത് വ്യക്തി ജീവിതത്തിൽ വേണം, ആന്തരികമായി വേണം, ബാഹ്യമായി വേണം, എല്ലാ തലങ്ങളിലും വേണം. അതിലേറ്റവും പ്രധാനമായി നിങ്ങൾ ശുദ്ധിയാകേണ്ട ഒരു മേഖല എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ് സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധിക്ക് ഇസ്ലാം പറഞ്ഞ കുറേ വഴികളിൽ ഒന്നാണ് അള്ളാഹ് പറഞ്ഞ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അത് കൊടുക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് ഇപ്പോഴും ആ വിഷയത്തിൽ ബോധം വന്നിട്ടില്ല. ഇത് റമദാനിന് പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല. ചില ആളുകൾ റമദാനിലാണ് കൊടുക്കാറുള്ളത്. അതിൽ ഹിജ്രിയ കലണ്ടറിലെ എന്നാണോ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥർ ആരാണോ അവർ ഹിജ്റ കലണ്ടറിൽ ഒരു വർഷം അവർ കണക്കൂട്ടണം. അല്ലെങ്കിൽ മുഹറമിലായിരിക്കും ചിലക്കാർ കൊടുക്കുന്നുണ്ടാവുക, ചിലക്കാർ സഫറിലായിരിക്കും. ഇനി അതൊന്നും കണക്കാക്കാത്ത ആളുകൾ ചിലപ്പോൾ റമദാനിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എങ്കിൽ അത് റമദാനിൽ കൊടുത്താൽ ഒന്നുകൂടി ആ റമദാനിലെ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയേക്കാം, അല്ലേ? അപ്പം എന്ത് ചെയ്യുക, നമ്മൾ അത് കണക്ക് കൂട്ടി. എങ്ങനെയാണ് കണക്ക് കൂട്ടുക? നമ്മുടെ കുടുംബത്തിൻ്റെയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 595 ഗ്രാം വെള്ളി നാണയത്തിൻ്റെ ഒരു നീക്കിയിരിപ്പ് നിക്ഷേപം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇപ്പം 2024 ഇന്ന് 29-ാമത്തെ തീയതിയാണ്. ഇന്ന് 595 ഗ്രാം വെള്ളിക്ക് എത്ര വില എന്ന് നോക്കുക. അത്ര ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നീക്കിയിരിപ്പുണ്ടോ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എത്രയാണോ നമ്മളിലുള്ളത് അത് കൊടുക്കുക. അതിൽ നിന്ന് 2.5% വളരെ ചെറിയ തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വർണത്തിൻ്റെ നിസ്വാബ് എന്ന് പറയുന്നത് 10.5 പവനാണ്. ആ 10.5 പവൻ ശരീരത്തിൽ, അതിന് ഭാര്യയുടേതാകട്ടെ സ്വന്തം മക്കളുടേതാകട്ടെ, നമ്മുടെ അധികാര പരിധിയിൽ ആരുടെയൊക്കെ പക്കലുണ്ടോ അതൊക്കെ കൂട്ടിയിട്ട് നോക്കണം. 10.5 പവനുണ്ടോ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. ചില ആൾക്കാർ ചോദിക്കണേ 13 പവൻ ഉണ്ടെങ്കിലോ? അപ്പം 10.5 പവനൊന്നല്ല, അപ്പം കിലോ കണക്കിന് ആൾക്കാരുടെ വീട്ടിൽ സ്വർണ്ണമുള്ളത്. ഈ പവനൊന്നും കണക്കോക്കലില്ല. അപ്പം അങ്ങനെയാണല്ലോ, മഹർ കൊടുക്കൽ കിലോ കണക്കിനൊക്കെയാണ്. അങ്ങനത്തെ ഒരു കാലത്തപ്പം നമ്മൾ ജീവിക്കണത്. നമ്മളങ്ങനെയാണ്, നല്ല സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കണ ഒരു 15 പവൻ്റെ എങ്ങനെ കൊടുക്കണ്ടേ? അപ്പം എങ്ങനെ കണക്കൂട്ടുക? അടുത്ത 10.5 പവനിലാണോ? അല്ല, 15 പവൻ ഉണ്ടെങ്കിൽ 15ൻ്റെ 2.5. 16 പവനാണോ അതിൻ്റെ 2.5. 17 പവനാണോ അതിൻ്റെ 2.5. നിസാബെത്തുന്ന പരിധി 10.5 പവനാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ഇപ്പം എത്രയുള്ള അതിൻ്റെ 2.5 കൊടുക്കണം. ഈ സ്വർണ്ണം ഇല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ സക്കാത്ത്. കൃഷി നടത്തുന്ന ആൾക്കാരുണ്ടാവും, അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയണം, അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹറാമായി തീരുന്നതാണ്. കാരണം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളെ കൂടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു മുഅ്മിനും സന്തോഷിക്കൽ ഈമാന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കണക്ക് കൂട്ടുക. സാമ്പത്തികമായിട്ട് കൃത്യമായിട്ട് കണക്ക് കൂട്ടിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുത്തിരിക്കണം. യാതൊരു സംശയവുമില്ല. കടത്തിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യുക? കടം വീട്ടാൻ ആദ്യം പരിശ്രമിക്കുക. എന്നിട്ട് സക്കാത്തിൻ്റെ വിഷയം പരിഗണിക്കുക.
അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൊടുക്കാതെ മടി പിടിച്ച് ചില ആൾക്കാർ ചോദിക്കലുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് തന്നെ കൊടുക്കണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇനി വ്യക്തിപരമായിട്ട് കൊടുത്തോളൂ, എന്തായാലും കുഴപ്പമില്ല, അത് കൊടുത്തൊഴിവാക്കുക. ഏത് വിഷയം ഒരു സംഘടിതമായി ചെയ്യുമ്പോൾ ഇസ്ലാമിൽ അതിലൊരു ഖൈറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സക്കാത്ത് സെല്ലുകളിലേക്ക് അത് ഏൽപ്പിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നു. പക്ഷെ അതവർ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് അവർ ആ നിയമം അവിടെ കൊണ്ടുവന്നിരുന്നു. ഖലീഫമാർ അത് പിരിച്ചെടുത്തിരുന്നു. കൊടുക്കാൻ വിസമ്മതിച്ചവരോട് അവർ യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായിരുന്നു. അത്ര ഗൗരവമുള്ള വിഷയമാണത്. ഇനി അതല്ല, നമ്മളെ പരിചയത്തിൽ ഈ സക്കാത്തിൻ്റെ അവകാശികളെ സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞപ്പോൾ ആ അവകാശികൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ അവരാദ്യം പരിഗണിക്കുക. നമ്മുടെ ചെലവിൽ കഴിയുന്നവർക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ചെലവിൽ കഴിയുന്ന ആളുകളുണ്ടാവും വീട്ടിലെ, മാതാപിതാക്കൾ, അതുപോലെയുള്ള ആളുകൾ, അവർക്കൊന്നും നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അവർ നമ്മൾക്ക് ചിലവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്തവരെന്ത് ചെയ്യുക? പരിഗണിക്കുക. ചില ആൾക്കാർ പറയും ഞാനൊന്നും സക്കാത്ത് കൊടുക്കേണ്ട ആളല്ല. ഈ പറയുന്ന ആളാരാ? ലക്ഷക്കണക്കിന് റുപ്യൻ്റെ കാർ ഉപയോഗിക്കുന്ന ആളായിരിക്കും അല്ലേ? വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാവും, എന്നിട്ട് പറയും എനിക്ക് വരുമാനമല്ല. ആരുടെ ഈ പറയണത്? അതുകൊണ്ടേ ഏത് രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ശക്തമായ ശിക്ഷ വന്നു ഭവിക്കുന്ന ഒരു ടീമാണത്. ആ ചെറിയ തുക അള്ളാഹിന്റെ മാർഗത്ത് കൊടുത്തില്ല എങ്കിൽ ഈ നമ്മൾ പറയും പാൽപ്പായസ ചെമ്പിലേക്ക് വിഷത്തുള്ളി ഒറ്റിയ പോലെ ഉണ്ടാവും. ഒന്നിനും പറ്റില്ല, എല്ലാ സമ്പത്തും ഹറാമായി തീരും. അതുകൊണ്ട് അത് കൂട്ടിക്കിഴിച്ച് ഇനി ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും. ചോദിക്കുക, പഠിക്കുക, അന്വേഷിക്കുക. നമ്മളറിയാത്ത വിഷയങ്ങളാണെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ള ആളുകളോട് ചോദിക്കും, നിങ്ങൾക്കത് പറഞ്ഞു തരും. അലസരായിട്ട് ആ വിഷയത്തിൽ നടക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സക്കാത്തിൻ്റെ വിഷയം ഇങ്ങനെ 2 മിനിറ്റോട് പറഞ്ഞു തീർക്കേണ്ടതൊന്നുമല്ല. വിശാലമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം, എത്രയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി സക്കാത്ത് ആദ്യമായി കിട്ടുന്ന ഒരാളുണ്ടാവും, അയാളോട് പറയണം ഇതെൻ്റെ സക്കാത്തിൻ്റെ സമ്പത്താന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നേരെ പറഞ്ഞ് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആളാണെങ്കിലോ, സ്ഥിരമായിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, വർഷം വർഷം കൊടുക്കുന്ന ആളാണെങ്കിൽ അയാൾ പറയേണ്ട ആവശ്യമില്ല. ആൾക്കറിയാത്ത സക്കാത്തിൻ്റെ പൈസ. അപ്പം ഇന്നൊരാളിനോട് ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞ് എനിക്കൊരാൾ 10,000 റുപ്യ തന്നു, ആ വ്യക്തി ഇവിടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടോ, അല്ലാഹു ആലം, അത് സക്കാത്തിൻ്റെതാണോ എനിക്ക് സ്വതക്കിയാണോ എന്ന് എനിക്കറിയില്ല. സാറേ, സക്കാത്തിൻ്റെ അവകാശമല്ല ഞാൻ, സ്വതക്കിയാണെങ്കിൽ എനിക്ക് സ്വീകരിക്കാമല്ലോ എന്ന് ചോദിച്ചു. സ്വതക്കിയാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് സക്കാത്തിൻ്റെതാണെങ്കിലോ അതിൻ്റെ അവകാശിയല്ല ഞാൻ. അതൊരു സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് കൂടെ ചോദിക്കണം, ഇത് എന്തിൻ്റെ സമ്പത്താണ്? സക്കാത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അവകാശമല്ലേ തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പം അത്രയും പ്യുവറായിട്ട് മൈന്യൂട്ടായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. കൂടുതൽ വിഷയങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുക, അന്വേഷിക്കുക, ചോദിച്ചറിയുക. എന്നിട്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക. കാരണം നമ്മളെ പ്രാർത്ഥനകളും ഇബാദത്തുകളും സ്വീകരിക്കാൻ വലിയൊരു മാനദണ്ഡമായി പഠിപ്പിച്ചത് നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളെത്രങ്ങാനും പ്രയാസപ്പെട്ടിട്ടാണ് ഈ റമളാനിലൊക്കെ വന്ന് തറാവിയൊക്കെ നിസ്കരിക്കണല്ലേ. കാല് കടയുന്നവരുണ്ട്, നിൽക്കാൻ കഴിയാത്ത എത്രയോ ആളുകളോട് അന്ന് വയസ്സായ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇനി അല്ലാത്ത ആളുകളാണെങ്കിലും പ്രയാസപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ മാനദണ്ഡം എന്താ? നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സുദീർഘമായി യാത്ര ചെയ്തു പോകുന്ന ഒരാൾ, അയാൾ യാത്രാക്ഷീണം കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഓൻ എങ്ങനെ ഉത്തരം കിട്ടാനാ? ഓൻ്റെ സമ്പത്ത് ഹറാമാ, ഓൻ ധരിച്ച വസ്ത്രം ഹറാമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഹലാലും തയ്യും ഉപയോഗിക്കുന്ന ആളുകളാകണം. പ്രവാചകന്മാരോട് ഒരു അള്ളാഹ് പറഞ്ഞ കാര്യമാണത്. അത് നമുക്കും ബാധകമാണ്, വിശ്വാസികളോടും അള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിച്ച 5 കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യമാണ് സക്കാത്തിൻ്റെ വിഷയം. അത് നിസാബ് എത്തിയിട്ടുണ്ടോ, കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ, കൊടുത്തിരിക്കണം. അതിൽ അലസത കാണിക്കരുത്. ഇനി ആരെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ മുമ്പത്തെ കൊല്ലത്തെ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ വർഷം കണക്കൂട്ടിയത് കൊടുത്തിരിക്കണം. അതിന് രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് കൊടുത്താൽ കുറയില്ല എന്ന് കൂടി മനസ്സിലാക്കുക. അതും ഒരു നന്മയാണ്. പ്രയാസപ്പെടുന്നവൻ്റെ കയ്യിലെത്തിയാൽ അതും ഒരു സ്വതക്കയാണ്. സക്കാത്തിൻ്റെ സ്വതക്ക എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതും ഒരു സ്വതക്കയാണ്. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. ഇല്ല എങ്കിലോ ബാക്കിയുള്ളത് കൂടി ഹറാമിലായി തീരും. ഞാൻ ആരെയും പ്രയാസപ്പെടുത്താൻ പറഞ്ഞതല്ല. ഇസ്ലാമിൻ്റെ ഒരു വശം അങ്ങനെയാണ്. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവമുള്ളവരായിരിക്കണം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഈ മെമ്പറിൽ നിന്ന് വെച്ച് തന്നെ പറയാണ്, നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് ഇപ്പം ഈ ഇത്രയും ദിവസം നോമ്പ് തുറ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അതിൽ ഭാഗവാക്കാകുന്ന ആളുകളുണ്ടാവും. അതിൻ്റെ കണക്ഷനല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ വിശാല മനസ്കരായ ആളുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് നൽകാം. പക്ഷെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ചില പരിപാലനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷനാണ്. ഈ റമളാനിലെ ആദ്യത്തെ കളക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പള്ളിൻ്റെ. അതുകൊണ്ട് നമ്മളെ പള്ളിയിൽ ഇവിടെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വീടാണ്.
നമ്മൾ പരിപാലിക്കേണ്ട പള്ളിയാണ്. ഇതിനെക്കുറിച്ച് നേതൃത്വം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരിതിന് മുൻ അതെല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ പള്ളിൻ്റെ ആളുകളെ നമ്മളെല്ലാവരും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അതിൻ്റെ കളക്ഷൻ പുറത്തുണ്ടാകും. കാര്യമായിട്ട് തന്നെ, എപ്പോഴും കൊടുക്കണ പോലെയല്ല, കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് പള്ളിക്ക് നൽകണം ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ നന്മകളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പല കോണുകളിൽ, വിശിഷ്യ ഫിലസ്തീനിൻ്റെ മണ്ണിൽ ചില വീഡിയോകളൊന്നും കാണാൻ കഴിയാത്ത രൂപത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന അവസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ശാന്തമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരൊക്കെ ഭീതിജനകമായ മനസ്സോടുകൂടി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നേരം കുടിക്കാൻ വെള്ളം പോലുമില്ലാത്തൊരവസ്ഥ നാടുകളിലുണ്ടെന്നുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന വാർത്തയുടെ എത്രയോ അപ്പുറത്താണ് അവിടുത്തെ അവസ്ഥകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിലുള്ള ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് ക്ഷമയും അതുപോലെ തന്നെ സഹനവും അതുപോലെ സുരക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് മേൽ അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ജൂത പരീക്ഷകൾക്ക് അള്ളാഹു തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകുമാറാകട്ടെ. നാളെ പരലോകത്തും അള്ളാഹു അവർക്ക് അർഹമായ ശിക്ഷ നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിന് നീതിയോടുകൂടി ആ നാടിന് നീതി കൈവരുന്നൊരു ദിവസം വരാനുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സമൂഹത്തിന് അത് നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള കുടുംബാംഗങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മോട് കരുണ ചെയ്യാത്ത ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ഭാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ ആദർശ കൂട്ടായ്മകൾക്ക് ചുക്കാൻ പിടിച്ച പണ്ഡിതന്മാർ പല ആളുകളും ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.